ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു 8 പപ്പീസിനെ ഒരു ഷെൽട്ടർ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയി വിട്ട കാര്യം നിങ്ങൾ മുമ്പത്തെ വീഡിയോ നമ്മുടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ കൊണ്ടുവിട്ടപ്പോൾ കുറച്ച് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ട് വിടേണ്ട ആവശ്യമില്ലായിരുന്നു, അയലത്തെ ഉള്ളവർക്ക് നെയ്ബേഴ്സിനൊക്കെ ഇഷ്യൂ ആണ്, അത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ കുഞ്ഞു കുട്ടികൾ പപ്പീസ് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് എന്തിനാണ് കൊണ്ടുവിട്ടത്, ഇത് ശരിയായില്ല, അങ്ങനെ പറഞ്ഞ കുറച്ച് കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മദർ ഡോഗ് മിൽക്ക് ഫീഡ് ചെയ്യുക കുട്ടികൾക്ക്, എന്ത് ചെയ്യുക, അങ്ങനെ കുറച്ച് കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നേർക്കാഴ്ച എന്താ, അതിൻ്റെ എന്താണ് അതിനുശേഷം ഉണ്ടായതെന്നാണ് നിങ്ങളെ ഈ വീഡിയോയിൽ കാട്ടുന്നത്. ഇപ്പോൾ ഞാൻ ആ മദർ ഡോഗിന് ഫുഡ് ഫീഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ആ ഡോഗ് ഇവിടെ എൻ്റെ കൂടെ ഉണ്ട്. നമ്മളെല്ലാ ദിവസവും 2 നേരം എങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് എന്തായാലും 2 നേരം വെച്ച് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്, അത് കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ച് കൊടുക്കുന്നില്ല, ആ പപ്പീസ് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കുമ്പോൾ സ്ഥിരമായിട്ട് അവൾ അവിടെ കിടക്കുകയും അതുപോലെ തന്നെ ആ പപ്പീസിന് അവൾ മിൽക്കൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ഇന്ന് മുതൽ ഇവൾക്കൊരു പാത്രം ഞങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിലാകുമ്പോൾ അവൾ വൃത്തിയായിട്ട് അവൾക്ക് കഴിക്കാൻ പറ്റും. ഇതാണ് പപ്പീസൊക്കെ നിലത്താണ് കിടക്കണത്. നമ്മളിതാ ഇവിടെയായിരുന്നു കിടത്തിയിരുന്നത്. പക്ഷെ നമ്മൾ എത്ര അവിടെ കിടത്തിയാലും തിരിച്ച് ഇവിടെ വന്ന് കിടക്കുകയാണ്. പിന്നെ മഴയൊന്നും നനയത്തില്ല, അങ്ങനെ ഇഷ്യൂസൊന്നുമില്ല, വേറെ ശല്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എല്ലാ പപ്പീസും നന്നായിട്ട് തന്നെ ഇരിക്കണത്. 8 പപ്പീസുണ്ട്. നമ്മൾ ഇപ്പോൾ എടുത്ത് അവിടെ ഇടാനായിട്ട് പോകുന്നില്ല, കാരണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളോ. ഇപ്പോൾ മര്യാദ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി വല്ല റോഡിലേക്കൊക്കെ ഇതാണ്, റോഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നം, അതുകൊണ്ട് ശരിയാവില്ല. ഇപ്പോൾ മര്യാദയ്ക്ക് ഇവിടെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. എന്താണെങ്കിലും ഈ പത്രത്തിലാണ് ഇനി മുതൽ അവൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോസുമായി വരാം. ടേക്ക് കെയർ, ബൈ ബൈ.